ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:30. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. ക്രിസ്തുവിനെ കുറിച്ച ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. ഇന്ന് നവംബർ മാസത്തിന്റെ അവസാനത്തെ ദിവസം. ഈ ഒരു മാസം മരിച്ചവരെ ഓർക്കുന്ന മാസമായിരുന്നു. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസമായിരുന്നു. തിരുവചനം പറഞ്ഞു തരുന്നു, ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. 1 കൊറിന്തോസ് 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം, മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവമാ അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ മരിച്ചവർക്കെല്ലാം പുനരുത്ഥാനം ഉണ്ട്. വലിയ ഒരു പ്രത്യാശയുടെ തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആ പുനരുത്ഥാനത്തിന്റെ വിശ്വാസത്തിൽ, പ്രത്യാശ നിറഞ്ഞ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. 1 കൊറിന്തോസ് 15:19. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്. ഒരു പുനരുത്ഥാനത്തിന്റെ, ഒരു പ്രത്യാശയുടെ ജീവിതത്തിന് ഉടമകളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.